പ്രയർ ഞാനാണേ. ഗുഡ് മോർണിംഗ് ഓൾ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ശക്തിയും വിവേകവും തരേണമേ ദയാനിധി. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ശക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഞാനാണ്. Good morning everyone. I am Renu. I would like to invite everyone today's class. Hope the class will be more interesting. I would like to invite Aparna Miss conduct today class. I also invite Shruti for today's thoughts. Thank you. Good morning, everyone. My name is Shruti Suresh, and today's thought. Self-confidence is a superpower. Once you start to believe in yourself, magic starts happening. Thank you. Ma'am, Ma'am, mute തോന്നുന്നു. Ma'am, voice കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. Okay, ma'am. Yes, ma'am. കേൾക്കാം. ഓക്കെ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് ചാപ്റ്ററായിരുന്നു ഡിസ്കസ് ചെയ്തത്? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അതെ മാം, അത് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. കഴിഞ്ഞ ചാപ്റ്ററിൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് ഇരിക്കായിരുന്നു. അപ്പൊ അതാണ് എടുത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ. ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? നമ്പർ ഒന്ന് പറയോ? എന്താണ്? സെമിനാർ പ്രസന്റേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. എനിക്കുണ്ടായിരുന്നു. സെമിനാറോ? ഞാൻ ചെയ്തില്ലായിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ എഴുതിയിട്ടുണ്ടാവും നോക്കട്ടെ. ടോപ്പിക് എൻഡോസൾഫാൻ. എന്താണ് എൻഡോസൾഫാൻ ടോപ്പിക് ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്യില്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ ആബ്സെന്റ് ആയിരുന്നു. ഓക്കേടാ. ഇനി അടുത്ത എന്തോ മിസ്? നെക്സ്റ്റ് നമ്മ സെമിനാർ വരുമ്പോ എടുത്താൽ മതി. നമ്മളെ ഓക്കെ മിസ്. ചാപ്റ്റർ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഓക്കെ. നെക്സ്റ്റ് ടൈം പറഞ്ഞാൽ മതി. എടുത്തിട്ടില്ല. അപ്പൊ ഈ സെമിനാർ തന്നെ ഞാൻ കണ്ടക്ട് ചെയ്താൽ മതിയോ അടുത്ത പ്രാവശ്യം? ആബ്സെന്റ് ആയതോടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് നെക്സ്റ്റ് ടോപ്പിക് ഏതാണ് തരുന്നത് അത് എടുക്കേണ്ടി വരും കേട്ടോ. ആണോ? ഓക്കെ മിസ്. പേജ് നമ്പർ 33 ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് വരെയും പറഞ്ഞിട്ടുള്ളൂ. അതാണ് മാം ഇനി എടുക്കാനുള്ളത്. ഓക്കെ, നമ്മൾ മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസിനെ കുറിച്ചിട്ടായിരിക്കും പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതെ മാം. മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. മരിയ മോണ്ടിസോറി ആദ്യം നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് ആരെല്ലാം ട്രൈ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികളിലാണ് അത് എന്ത് ചെയ്തത്, ഇംപ്ലിമെന്റ് ചെയ്തത്. പക്ഷെ ആരും നോക്കിയത്, കാരണം ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് അറിയില്ല കുട്ടികൾക്ക്. എന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു നോളജ് വേണ്ടേ, ഒരു ചെറിയ ലെവൽ ഓഫ് നോളജെങ്കിലും വേണ്ടേ. പക്ഷെ ഈ കുട്ടികൾക്ക് ആ ഒരു ചെറിയ നോളജ് പോലും അല്ലെങ്കിൽ ലേണിംഗ് കപ്പാസിറ്റി ഒട്ടും ഇല്ലാത്ത കുട്ടികളാണ്. സോ മോണ്ടിസോറിക്ക് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു ഇവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന്. അപ്പോഴാണ് എന്ത് ചെയ്തത്, ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഇവരെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓക്കെ ആവോ എന്നുള്ളൊരു വ്യൂ പോയിന്റോട് കൂടി ഓരോ മെറ്റീരിയൽസ് വെച്ച് ട്രെയിൻ ചെയ്യാനായിട്ട് തുടങ്ങി. ഈ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുട്ടികളിൽ ഒരുപാട് ചേഞ്ചസ് വന്നതായിട്ട് കണ്ടു. ഒബ്സർവേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് ചേഞ്ചസ് വന്നതായിട്ട് കണ്ടു. അങ്ങനെ ചേഞ്ചസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ ചേഞ്ചസ് എന്തുകൊണ്ട് നോർമൽ ആയിട്ടുള്ള കുട്ടികളിൽ വന്നുകൂടാ, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള കുട്ടികളിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് മോണ്ടിസോറി എന്താണ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ. നോർമൽ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. അങ്ങനെയാണ് മോണ്ടിസോറി സ്കൂളിലേക്ക് നമ്മൾ ഇന്ന് കാണുന്ന മോണ്ടിസോറി സ്കൂളുകൾ എന്താ പറയുക അതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിനെ കുറിച്ചിട്ടാണ്. എഡ്യൂക്കേഷൻ ഓഫ് മെന്റലി റീറ്റെയിൻഡ് ചിൽഡ്രൻസ് സ്പെഷ്യൽ പ്രോബ്ലം ഫോർ സൊല്യൂഷൻ നീഡ് എ സർട്ടൻ എമൗണ്ട് ഓഫ് നോളജ്. കാരണം എന്താണ്, അവർക്ക് ഒട്ടും നോളജ് ഇല്ല. മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒട്ടും നോളജ് ഇല്ല, അവർക്ക് ലേണിംഗ് കപ്പാസിറ്റി ഒട്ടും ഇല്ല, മെമ്മറി പവർ ഇല്ല, ഭയങ്കര പൂവറാണ്. നമ്മൾ സാധാരണ നോർമൽ കുട്ടികൾക്ക് ഒരു 10 പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ 11ാമത്തെ പ്രാവശ്യം ഒറ്റയ്ക്ക് ചെയ്യും. പക്ഷെ നമ്മള് മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിനാണ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ ചിലപ്പോൾ അവര് ഫസ്റ്റ് കേൾക്കുന്ന പോലെ തന്നെ വീണ്ടും വീണ്ടും നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് തന്നെ ശ്രദ്ധിച്ച് കേൾക്കുകയും വീണ്ടും നമ്മൾ ആ ഒരു ആക്ടിവിറ്റി വീണ്ടും എന്ത് ചെയ്യണം, ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പേഷ്യൻസ് ഉള്ള ആൾക്കാർ വേണം ഇങ്ങനത്തെ കുട്ടികളിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പോൾ മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസിനെ നമുക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റും മോണ്ടിസോറി മെറ്റീരിയൽസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറയില്ലേ മരിയ മോണ്ടിസോറിയുടെ തന്നെ ഒബ്സർവേഷനിൽ മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികളിൽ ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർ ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് എന്താണ് ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ, അപ്പൊ ഞാൻ എനിക്കറിയില്ലായിരുന്നു ആ കുട്ടി ആ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്, എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ നമ്മുടെ മെത്തേഡാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് പഠിച്ചിട്ട് നമ്മളുടെ ഈ ഒരു മെത്തേഡിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഒരു സ്പെഷ്യൽ ഒരു ഇഷ്ടം കൂടുതൽ വന്നു. കാരണം എന്താണ്, ഈ ഒരു മെത്തേഡ് അത്രയും എഫക്റ്റീവ് ആണ്, ആ ഒരു കുട്ടിയുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു മെത്തേഡിന് അത്രയും വാല്യൂ നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇനി നമ്മൾ മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിനെ ടീച്ചേഴ്സ് ഷുഡ് ഡീൽ വിത്ത് ദീസ് സ്റ്റുഡൻസ് വിത്ത് ഗുഡ് പേഷ്യൻസ്. നല്ല പേഷ്യൻസ് ഉള്ളവരായിരിക്കണം ടീച്ചേഴ്സ്. നല്ല പേഷ്യൻസ് ഉള്ള കുട്ടികൾക്ക്, നോർമൽ കുട്ടികളെ നോക്കാൻ തന്നെ നമുക്ക് നല്ല പേഷ്യൻസ് വേണം. എന്നാൽ അതിനേക്കാളും പേഷ്യൻസ് വേണ്ടവരും എന്താണ് മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്. ഓക്കെ, ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ആണ് ഫസ്റ്റ് പറയുന്നത്. A group of mentally retained children may differ in their sequential age. ഈ mentally retained ആയിട്ടുള്ള കുട്ടികൾ ഏജ് ഡിഫറെന്റ് ആയിരിക്കും. മേ ബി ഒരു 20 വയസ്സുള്ള കുട്ടി ഉണ്ടാവും, ചിലപ്പോൾ 25 വയസ്സുള്ള കുട്ടികൾ ഉണ്ടാവും, മേ ബി 18 വയസ്സുള്ള കുട്ടി ഉണ്ടാവും, ഒരു 5 വയസ്സുള്ള കുട്ടിയോ 8 വയസ്സുള്ള കുട്ടിയോ, പല ഏജിലെ കുട്ടികളായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ അവരുടെക്ക് ഏജിന് അല്ലെങ്കിൽ അവർക്ക് വളർച്ചയൊക്കെ ഉണ്ട്, ഏജ് ഒക്കെ വലുതാണെങ്കിലും പക്ഷേ അവരുടെ മനസ്സെന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളുടെ മനസ്സാണ്. നമ്മളുടെ അടുത്തേക്ക് വരുന്ന 3, 4 വയസ്സ് 3 വയസ്സ് ഉള്ള കുട്ടികളുടെ മനസ്സാണ് ഈ കുട്ടികൾക്ക് ഉള്ളത്. സോ അവര് വലുതായിട്ടൊക്കെ ഉണ്ടാവും, ഒരു ഏജ് കൊണ്ട് അവർക്ക് എന്താ പറയാ ഫിസിക്കൽ ഗ്രോത്ത് ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും, പക്ഷെ മെന്റൽ ഗ്രോത്ത് ഇപ്പോഴും ഭയങ്കര ലോ ആണ്. അപ്പോൾ ഈ കുട്ടികൾ നമ്മളെ കാണുന്നത് എങ്ങനെയാണ്, നമ്മൾ അവർ കാണുന്നത് അവരുടെ സെക്കൻഡ് മദറിനെ പോലെയാണ്. ചിലപ്പോൾ വേഗം വന്ന് അവർ കെട്ടിപ്പിടിക്കും, ഹഗ് ചെയ്യും. അപ്പൊ പെട്ടെന്ന് ചിലപ്പോൾ അവർക്ക് അറിഞ്ഞൂടാ, അവർ മുഖ്യായിരിക്കും കെട്ടിപ്പിടിക്കുന്നത്. അപ്പൊ നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ കെയറോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം, ഹാൻഡിൽ ചെയ്യാനായിട്ട് നോക്കണം. സം ഓഫ് ദം ആർ ഓൾഡർ ദാൻ അതേഴ്സ്. മറ്റുള്ളവരെക്കാളും മുതിർന്ന കുട്ടികളും ഈ ഗ്രൂപ്പിൽ ഉണ്ടാവും. ബട്ട് ദേ ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ ടു അവൈൽ വിത്ത് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. നമ്മൾ മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷന്റെ ഒപ്പം തന്നെ ഈക്വലി ഓപ്പർച്യൂണിറ്റീസ് എന്തിനു വേണം, ട്രീറ്റ്മെന്റിന് നമ്മൾ കൊടുക്കണം. Though they are grow up physically, their mental age is very low. അവർ ഫിസിക്കലി ചിലപ്പോൾ നല്ല ആരോഗ്യമുള്ള വ്യക്തിയായിട്ടൊക്കെ തോന്നും,
പക്ഷേ മെന്റലി അവരുടെ ഏജ് എങ്ങനെയായിരിക്കും? നമ്മള് മോണ്ടിസോറി കുട്ടികളുടെ അതേ ഒരു ഏജ് റേഞ്ച് ആയിരിക്കും അവർക്കും ഉണ്ടാവുന്നത്. ഒരു കാര്യം പോലും സ്വയമേ ചെയ്യാനായിട്ട് അറിയാത്ത ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. ഓക്കെ, അപ്പോ അങ്ങനത്തെ കുട്ടികളും ഈ മെന്റൽ റീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കണം. അപ്പൊ അവരുടെ ഏജ് ഉണ്ടാവും, പക്ഷെ എന്താ പറയാ, മെന്റൽ ഏജ് എന്ന് പറയുന്നത് വെരി ലോ ആയിരിക്കും. നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ കുട്ടികളെ വളരെ പേഷ്യൻസോട് കൂടി നല്ല കെയറോട് കൂടി തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇനി അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റീസ് കൊടുക്കണം. എല്ലാ കുട്ടികൾക്കും എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. അപ്പൊ നമുക്ക് ഓരോ കുട്ടികൾക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. നോർമൽ കുട്ടികളാണെങ്കിൽ അവർ നോർമലി അവരുടെ ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ്, അവർക്ക് ഇഷ്ടമുള്ള ഇൻട്രസ്റ്റിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യുമെങ്കിൽ, മെന്റലി റീറ്റെയിൻഡ് സ്റ്റുഡൻസിന്റെ കേസിലാണെങ്കിൽ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. മേ ബി ബട്ടൺ, ചില കുട്ടികൾ ബട്ടൺ ഫ്രെയിം മാത്രമേ ഇടുള്ളായിരിക്കും. അപ്പൊ ആ കുട്ടി ചിലപ്പോൾ ഒരുപാട് നാളെ ബട്ടൺ ഫ്രെയിം എന്ന് പറയുന്ന ആക്ടിവിറ്റി തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? മേ ബി ലാസ്റ്റ് ആ കുട്ടിക്ക് അവരുടെ സ്വന്തം ഷർട്ടിന്റെ ബട്ടൺസ് ഇടാൻ പറ്റും. Okay, mentally retained children should be give suitable and proper physical and mental activities. Mental activities, so that they may frequently get opportunity to active and vigilant. അപ്പൊ നമ്മൾ അവർക്ക് suitable ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് മെന്റൽ ആക്ടിവിറ്റീസ് ആണ് കൊടുക്കണമെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ആക്റ്റീവും വിജിലന്റ് ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റും. ഞാൻ പറഞ്ഞു, മെന്റലി റിട്ടേൺ ചിൽഡ്രൻസിന് നമ്മൾ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് മാത്രമല്ല കൊടുക്കേണ്ടത്, അവർക്ക് അവിടെ ട്രീറ്റ്മെന്റും കൂടി വേണ്ടേ? മെന്റലി റിട്ടേൺ ആയിട്ടുള്ള കുട്ടികളാണ്, അവർക്ക് ട്രീറ്റ്മെന്റ് വേണം. അപ്പൊ സ്പെഷ്യൽ ക്ലിനിക്കുകൾ നടത്താൻ ഇപ്പൊ വീക്ക്ലി ഓർ മന്ത്ലി ഒരു സെഷൻ സ്പെഷ്യൽ ക്ലിനിക്കിന്റെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അത് കുട്ടികളുടെ ഹെൽത്തിന്, മെന്റൽ ഹെൽത്തിന് അത് ഓക്കെ ആയിരിക്കും. As these children not only cognitive support but also medical treatment, periodic special clinic may be organized. പീരിയോഡിക് ആയിട്ട് മെഡിക്കൽ ക്ലിനിക് ഒക്കെ നമ്മൾ സ്പെഷ്യൽ ക്ലിനിക്കുകൾ കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യൽ ക്ലിനിക്കുകൾ ഓർഗനൈസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഈ കുട്ടികൾക്ക് നോർമൽ സ്കൂളിലാണെങ്കിൽ അവർക്കൊരു ഫീലിംഗ് ഓഫ് ബീങ് അവോയ്ഡ് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പഠിച്ചത് ഹൈസ്കൂളിൽ പഠിച്ചത് ഒരു ഗവൺമെന്റ് സ്കൂളിലായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളുടെ നിങ്ങളും എന്താ പറയാ, ഞാൻ 8th പഠിക്കുമ്പോൾ 9th ഒരു ചേട്ടൻ ഇതേപോലത്തെ ഒരു കുട്ടിയായിരുന്നു. ഭയങ്കര റീറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ആ ചേട്ടനെ എല്ലാവരും ഭയങ്കരമായിട്ട് മുതിർന്നവരുണ്ടാവില്ല 10th വലിയ, ഞാനൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര വലിയ ചേട്ടന്മാരൊക്കെയാണ് 10th അവര് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹറാസ് ചെയ്യുന്നതും പിന്നെ എന്താ പറയാ ഒരുപാട് കളിയാക്കുന്നതും അങ്ങനെ വെറുതെ തമാശ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയാ വികൃതികൾ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഈ എന്താ പറയാ കുപ്പികളൊക്കെ ഒരുമിച്ച് കെട്ടിയിട്ട് വയറ്റത്ത് കയറും കൊണ്ട് വയറ്റത്ത് കെട്ടിക്കൊടുക്കും, എന്നിട്ട് ഓടാൻ പറയും. അപ്പൊ ഈ ചേട്ടൻ അറിഞ്ഞൂടാ, ഈ ചേട്ടൻ ചെയ്യും, എല്ലാവരും കൂടി ചിരിക്കും. അപ്പൊ ആ ചേട്ടൻ അറിഞ്ഞത് എല്ലാവരും ചിരിക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ചേട്ടനും വെച്ചിരിക്കും. പക്ഷെ ആ ചേട്ടൻ എന്താണ് ഈ ഒരു മാനസിക വെല്ലുവിളികൾ നേരിടുന്നതുകൊണ്ടായിരുന്നു ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതേപോലെ നോർമൽ സ്കൂളിലാണെങ്കിൽ അങ്ങനെ എന്താ പറയാ ഒരു ടെൻഡൻസി ഉണ്ടാവും മറ്റുള്ളവരെ ഫൂളാക്കാനും മറ്റുള്ളവരെ ചിരിപ്പിക്കാനും, അല്ലെങ്കിൽ ആ ഒരു ലവ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, കളിയാക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ ചേട്ടനോട് ചില മുതിർന്ന ചേട്ടന്മാര് എന്താ പറയാ അവര് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്നതും ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതും ചെന്നിരുന്ന് സംസാരിക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെ പെരുമാറ്റവും ഓരോ പോലെയല്ല, പക്ഷെ ചില ആൾക്കാര് അതിനെ ഉപദ്രവിക്കുന്നതായിട്ടുണ്ട്, ചില ആൾക്കാര് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണ്ടത് ഈ കുട്ടികൾ നല്ല രീതിയിൽ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. അവർക്കൊരു ഫീലിംഗ് ഓഫ് ബീങ് അവോയ്ഡ് തോന്നരുത്. അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അവർക്ക് തന്നെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളുടെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മളുടെ മെത്തേഡിനോട് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യാത്ത രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, അവരെ അവർക്ക് ഓരോ ആക്ടിവിറ്റീസ് കൊടുക്കുക. നോർമൽ സ്കൂളിലാണെങ്കിലാണ് ഈ ഒരു ബീങ് ഓഫ് ഫീലിംഗ് അവോയ്ഡ് തോന്നാനുള്ള ചാൻസ് കൂടുതൽ. സ്പെഷ്യൽ നമ്മളുടെ മോണ്ടിസോറി സ്കൂളിലൊക്കെ വരുമ്പോൾ അവര് എന്താ പറയാ ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. കാരണം എല്ലാവരും ഒരേപോലെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു സ്പെഷ്യൽ എബിലിറ്റി ഉണ്ട്, അപ്പൊ സ്പെഷ്യലി ഏബിൾഡ് ആയിരിക്കും. അപ്പോ അവിടെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നോർമൽ സ്കൂളിൽ തന്നെയാണ് ഈ കുട്ടികൾ പഠിക്കുന്നെങ്കിൽ ഇവർക്ക് ഇവരെങ്ങനെ തമാശ കാണിക്കാനും കളിയാക്കാനും ഫൂളാക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അത് നമ്മളുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ അങ്ങനെ കുട്ടിയുണ്ട് അതിനങ്ങനെ കളിയാക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവരെ വാൺ ചെയ്യാം. ആ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവർക്ക് സൈക്കോളജിക്കലി അത് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മേ ബി അത് അവരെ ഹാംഫുൾ ആയിട്ട്, പിന്നെ അവർക്ക് ഭയമായിരിക്കും
സ്കൂളിലേക്ക് വരാന്ന് പറയുമ്പോൾ തന്നെ അവരൊരു ഭയങ്കര ഭയമായിരിക്കും, പിന്നെ ഫിയർ ഉണ്ടാവും, പിന്നെ അവർക്ക് ഒട്ടും ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല, അവര് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ക്ലാസ്സിലേക്ക് വരാനായിട്ട്. ഓക്കെ, ഫീലിംഗ് ഓഫ് ബീങ് അവോയ്ഡ് ആണ്. And they are educated in normal school environment. Children have the tendency to fool them. നോർമൽ സ്കൂൾ എൻവയോൺമെന്റിലാണ് അവര് പഠിക്കുന്നെങ്കിൽ അവിടെ ഒരു ടെൻഡൻസി കുട്ടികൾ കണ്ടുവരുന്ന ടെൻഡൻസിയാണ് അവരെ ഫോൾ ആക്കാനും ഓർ ലവ് അറ്റ് ദം, ചിരി കളിയാക്കാനൊക്കെ ഉള്ളൊരു ചാൻസ്. ടീച്ചേഴ്സ് ഷുഡ് see to this, avoid any such attempts because it would psychologically affect them adversely. Because എന്തുകൊണ്ടാണ് ഈ കുട്ടികളെ ഇത് സൈക്കോളജിക്കലി അഫക്ട് ചെയ്യും. നമ്മൾ അങ്ങനെ ഒരു അവസരം ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യമാണ്. മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് സ്പെഷ്യൽ കെയർ തന്നെ കൊടുക്കണം. അതേപോലെ അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പഠിക്കാനും അതേപോലെ ട്രീറ്റ്മെന്റിനും ഉള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കുക. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാം. നമുക്കറിയാം മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിന് ദേ ആർ നോട്ട് ഏബിൾ ടു ലേൺ ഓർ ഹാവ് നോളജ്. സോ നമ്മൾ എന്ത് ചെയ്യുക, അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക. ദെൻ സ്പെഷ്യൽ ക്ലിനിക്കുകൾ അറേഞ്ച് ചെയ്യാം. അവർക്ക് നോർമൽ സ്കൂളിലാണ് ഈ കുട്ടികൾ പഠിക്കണമെങ്കിൽ ആ കുട്ടികൾക്കൊരു ഫീലിംഗ് ഓഫ് ബീങ് അവോയ്ഡ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം നമ്മൾ ടീച്ചേഴ്സ് ശ്രമിക്കാം. ഓക്കെ, ഇനി വെൽഫെയർ ഫോർ നോർമൽ ചിൽഡ്രൻസ്. ഈ എന്തെല്ലാമാണ് നോർമൽ ചിൽഡ്രൻസിന് കൊടുക്കുന്ന വെൽഫെയർ? Also special care is to given to underperforming and disabled children. Compulsory education program are imagined for them. അപ്പോൾ അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, ഡിസേബിൾഡ് എന്നുള്ള പേര് തന്നെ മാറ്റും, സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് നമുക്ക് കണ്ടക്ട് ചെയ്യാം. നോർമൽ ചിൽഡ്രൻസ് ടു റിക്വയർ സ്പെഷ്യൽ കെയർ ഫോർ ദ ഡെവലപ്മെന്റ്. അപ്പൊ നോർമൽ കുട്ടികൾക്കും അവർക്ക് സ്പെഷ്യൽ കെയർ വേണ്ടത്. സാധാരണ നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്കും നമ്മൾ എന്ത് കൊടുക്കണം, അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കെയർ പ്രൊവൈഡ് ചെയ്യാം. ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ this is fulfilled through individual attention. നമ്മൾ മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ ഈ ഒരു സ്പെഷ്യൽ കെയർ നമ്മൾ എങ്ങനെ കൊടുക്കുന്നത്, ഇൻഡിവിജ്വൽ അറ്റൻഷനിലൂടെയാണ് നമ്മൾ ഈ സ്പെഷ്യൽ കെയർ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നോർമൽ കുട്ടികളുടെ കേസിൽ ഞാൻ പറയാം, ഇപ്പൊ സ്പെഷ്യൽ കെയറിന്റെ കാര്യം പറഞ്ഞു, ചൈൽഡ് വെൽഫെയർ ആണ് നമ്മുടെ സൊസൈറ്റി, കുട്ടികൾ കാണുന്ന സൊസൈറ്റി, കുട്ടികൾ വളർന്നു വരുന്ന സൊസൈറ്റി സേഫ് ആണോ അൺസേഫ് ആണോ, അല്ലെങ്കിൽ നമ്മളുടെ മക്കളും ഇപ്പോഴത്തെ സൊസൈറ്റി സേഫ് ആണോ അൺസേഫ് ആണോ? അൺസേഫ് ആണോ മാം? എന്റെ ഫീൽ അനുസരിച്ച് അൺസേഫ് ആണ്. സോ കുട്ടികളോട് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച്, അതേപോലെ അവരോട് എങ്ങനെ ഡ്രസ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം, ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാരന്റ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർക്ക് ഈ ബാഡ് ടച്ചും ഗുഡ് ടച്ചും എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആരാണ്? നമ്മുടെ ടീച്ചേഴ്സ് ആണ്. സോ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച്. അവർക്കൊരു ആക്ഷൻ സോങ് രീതിയിൽ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാൻ, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാം എന്താണ് ബാഡ് ടച്ച് ഗുഡ് ടച്ച്. അപ്പൊ അവർക്ക് മനസ്സിലാവാണ്. നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാ കുട്ടികളും അല്ല, എന്നാൽ ഒരു പരിധി വരെ നമ്മുടെ സൊസൈറ്റി അൺസേഫ് തന്നെയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പുറത്ത് പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പ്രൊട്ടക്റ്റഡ് ആവാനുള്ള കഴിവൊന്നും ആയിട്ടില്ല നമ്മുടെ കുട്ടികൾക്ക്. സോ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, അതേപോലെ അവരോട് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ അവരെ എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കാം. സോ നമ്മൾ ഈ 8th യൂണിറ്റ് ഡീൽ ചെയ്യുന്നത് എന്താണ്, ചൈൽഡ് വെൽഫെയറിനെ കുറിച്ചിട്ടായിരുന്നു. ചൈൽഡ് വെൽഫെയർ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, ചിൽഡ്രൻസ് ആണ് എന്താണ് നമ്മുടെ നേഷന്റെ അസറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ അവരുടെ ബ്രൈറ്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കെയറും അതേപോലെ തന്നെ അവരെ ബ്രോഡ് ഫോർവേഡ് മുന്നോട്ട് കൊണ്ടുവരികയും വേണം. ചിൽഡ്രൻസും ഫാമിലിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൈൽഡ് വെൽഫെയറിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്നത് ആരാണ്? ചിൽഡ്രൻ ആൻഡ് ദർ ഫാമിലി മെമ്പേഴ്സ്, പാരന്റ്സ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഓരോ കുട്ടിയുടെയും റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോം, നമ്മുടെ വീട്ടിലെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കുറച്ച് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ഷൻ സോങ്ങും അതേപോലെ തന്നെ നമ്മള് ഇതിന്റെ ഭാഗമായിട്ട് പ്ലക്കാർഡാണ് ചെയ്തത്, പോസ്റ്റർ ആണോ ചെയ്തത്? ഹെൽത്തി ഹാബിറ്റ്സിനെ കുറിച്ചിട്ട് പോസ്റ്റർ ആണോ? ഓക്കെ, ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ ഡീൽ ചെയ്തത് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആയിരുന്നു. കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻസ് വിത്ത് വിഷ്വലി ഇമ്പയർമെന്റ്, അതേപോലെ ഹിയറിംഗ് ഇമ്പയർമെന്റ്,
ഫിസിക്കൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ. ദെൻ ലാസ്റ്റ് നമ്മൾ ഡീൽ ചെയ്തത് മെന്റലി റിട്ടേർഡ് ചിൽഡ്രൻസ് ആണ്. ഇതിലേറ്റവും ഇമ്പോർട്ടന്റ് മെന്റലി റിട്ടേർഡ് ചിൽഡ്രൻസ് ആണ്. കാരണം മോണ്ടിസോറി എഡ്യൂക്കേഷനിൽ നമ്മളിപ്പോ നോർമൽ കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ തന്നെ, നോർമൽ കുട്ടികൾക്ക് എങ്ങനെയാണ് എഫക്റ്റീവ്, അതേപോലെ തന്നെ എഫക്റ്റീവ് ആണ് ആർക്കും മെന്റലി റിട്ടേർഡ് ആയിട്ടുള്ള കുട്ടികൾ. സോ ഇതാണ് ഈ ഒരു ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് നല്ല രീതിയിൽ ഒന്ന് റീഡ് ചെയ്തിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാൻ പറ്റുമോ ചാപ്റ്റർ? ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. ഒരു കൺക്ലൂഷൻ പോലെ ഓൺ വേർഡ്സിൽ പറയാം. ഓക്കെ, ഒന്ന് റീഡ് ചെയ്യട്ടെ എല്ലാവരും. നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കിട്ട് ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ ആദ്യം തൊട്ട് അവസാനം വരെ ഒന്ന് നന്നായിട്ട് റീഡ് ചെയ്യേ. ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? യെസ് മാം. ഓക്കെ, ആരെ കൺക്ലൂഡ് ചെയ്ത് പറയണേ? ഞാൻ പറയാം മാം. ഓക്കെ,
Summary of child welfare. Child welfare refers to ensuring the overall well-being of children beyond just education. It includes proper upbringing, health care, nutrition, emotional support, and protection from harmful influences. The family plays a key role in building healthy habits, discipline, and civic sense in children from a young age. The chapter also highlights the importance of compensatory education for children with disabilities such as visual, hearing, physical, and mental impairments. These children require special attention, support, and suitable education methods to help them overcome challenges and participate equally in society. Mentally challenged children need tailored environments, patience, and appropriate activities. Teachers must be understanding and avoid any behavior that can make such children feel excluded. In conclusion, while children with disabilities need special care, normal children also require guidance and individual attention to ensure their proper development. Every child, regardless of ability, deserves support to grow into a healthy and responsible individual. Thank you, ma'am. ഓക്കെ, എല്ലാവർക്കും ഈ ചാപ്റ്റർ ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ നമ്മൾ മൂവ് ആവുന്നത് പാർട്ട് 2ലേക്കാണ്. പാർട്ട് 2 ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആണ്. ഓക്കെ, നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തിന്റെ. എന്നാലും ഒന്നും കൂടി പറയാം. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, വളർച്ചയും വികാസവും സാധാരണ കോമൺലി എല്ലാവരും എന്താ പറയാ ഇന്റർചേഞ്ചിൽ യൂസ് ചെയ്യുന്ന രണ്ട് വേർഡ്സ് ആണ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്. പക്ഷേ ഈ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. എന്താണ് ഡെവലപ്മെന്റ് ഗ്രോത്ത് എന്നുള്ള ഡിഫറൻസ്? ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളർച്ചയാണ്, അതൊരു ഏജ് കഴിയുമ്പോൾ അതോടെ സ്റ്റോപ്പ് ആവാണ്. when we attain maturity the growth will be stopped, but development is not stopped after getting after attaining maturity. ഡെവലപ്മെന്റ് അങ്ങനെ സ്റ്റോപ്പ് ആകുന്നില്ല. എത്രാമത്തെ ചാപ്റ്റർ ആണ് ഇത്? യൂണിറ്റ് 1 ആണ്, പേജ് 35. 35, പേജ് നമ്പർ 35, യൂണിറ്റ് 1 പാർട്ട് 2. കിട്ടിയോ? എടുത്തോ എല്ലാവരും? ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞത്? ഓക്കെ, നമ്മൾ പറഞ്ഞ എന്താണ്? ഡെവലപ്മെന്റ് അങ്ങനെ സ്റ്റോപ്പ് ആകുന്നില്ല. നമ്മളിപ്പോ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒരാളുടെ ക്യാരക്ടർ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. മേ ബി ഒരു 18 ഇയേഴ്സിലെ ക്യാരക്ടർ ആയിരിക്കുമോ? മേ ബി ഒരു 25-30 ഇയേഴ്സില് അല്ലല്ലോ. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കഴിയുമ്പോ ഒരു 40-ലേക്കൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ക്യാരക്ടർ കുറച്ചും കൂടി എന്താണ് മാറിയിട്ടുണ്ടാവും. 18-ലൊക്കെ നമ്മുടെ ടീനേജിൽ നമ്മൾ ഭയങ്കര വാശിക്കാരിയും കുറുമ്പിയൊക്കെ ആയിരുന്നെങ്കിൽ, എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത ഒരു കുട്ടിയാണെങ്കിൽ ഒരു 25 കഴിയുമ്പോൾ, മാരേജ് ഒക്കെ കഴിഞ്ഞതും 30-ലേക്ക് എത്തുമ്പോൾ ഭയങ്കര എന്താ പറയാ ഭയങ്കര അനുസരണമുള്ള, നല്ല കാമായിട്ടുള്ള, നല്ല എന്താ പറയാ വീടൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടാവും. ക്യാരക്ടറിൽ വരുന്ന മാറ്റമാണ്, അതൊക്കെ സംസാരിക്കുന്ന രീതിയിൽ മാറിയിട്ടുണ്ടാവും. ദെൻ 40-ലേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മെച്ചുവേർഡ് ആവും. അപ്പൊ ഡെവലപ്മെന്റ് നമുക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്, കണ്ടിന്യൂസ് ആണ്, ലൈഫ് ലോങ് കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുന്നതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് ലെവൽ ഓഫ് നോളജ്. അപ്പോ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു വ്യക്തി ഒരു 20 ഇയേഴ്സ് ഉള്ള ടൈമിൽ നമുക്ക് അത്രയും ഒരു നോളജ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ പിന്നീട് നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ അക്യൂർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് നോളജുകൾ കൂടും, അല്ലെങ്കിൽ നമ്മളുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണ്. ഇതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഗ്രോത്ത് എന്ന് പറഞ്ഞാല് അതൊരു ഏജ് കഴിയുമ്പോൾ അത് അവിടെ സ്റ്റോപ്പ് ആവാണ്. നമ്മൾ ആദ്യം ഈ ഗ്രോത്തും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. ഓക്കെ, ഇവിടെ താഴത്തായിട്ട് ഒരു ബോക്സില് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ അതാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. It refers to changes in specific aspect of the body
or the behavior of the individual. നമ്മളൊരു സ്പെസിഫിക് ആസ്പെക്റ്റിലാണ് ചേഞ്ചസ് വരുന്നത്, നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങളാണ്. മേ ബി ഹൈറ്റ് കൂടുന്നു, വെയിറ്റ് കൂടുന്നു, ഇതെല്ലാം എന്താണ്, എന്തിന് എക്സാമ്പിൾ ആണ്? ഗ്രോത്തിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഡെവലപ്മെന്റ് it refers to overall changes that result in improved functioning of an individual. ഒരു വ്യക്തിയുടെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഫങ്ഷനിങ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓവറോൾ ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഫുൾ ആയിട്ടുള്ള ചേഞ്ചസ്. ഇപ്പൊ ഗ്രോത്ത് മാത്രം അറിയില്ല, ഇവിടെ വരുമ്പോൾ ഡെവലപ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മുടെ മെന്റൽ, ഫിസിക്കൽ, സോഷ്യൽ, ഇമോഷണൽ എല്ലാ ഡെവലപ്മെന്റും വരും. പക്ഷെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അവിടെ ഫിസിക്കൽ ഡെവലപ്മെന്റ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്ട്. നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഗ്രോത്ത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇന്ന ഏജിൽ ഇത്ര ഹൈറ്റ്, ഇത്ര വെയിറ്റ് മെഷർ ചെയ്യാൻ പറ്റൂലേ? വെയിറ്റ്, ഹൈറ്റ്, അതേപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും, അങ്ങനെ ഗ്രോത്തിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആസ്പെക്ടും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഈവൻ നമ്പേഴ്സിലും ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ ഡെവലപ്മെന്റ് മെഷർ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാല്, ഈ കുട്ടിക്ക് 5 മെച്യൂരിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് 2 മെച്യൂരിറ്റി ഉള്ളൂ, അങ്ങനെ നമ്പേഴ്സിൽ പറയാൻ പറ്റുമോ? മെച്യൂർഡ് അല്ലെങ്കിൽ അൺമെച്യൂർഡ് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. അത് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടർ ആണ് എന്തിനുള്ളത്? ഡെവലപ്മെന്റിനുള്ളത്. ഒരു കുട്ടിക്ക് നല്ല പക്വതയുണ്ട്, അവന് ഏജിനേക്കാളും കൂടുതൽ പക്വതയുണ്ട്. കേട്ടിട്ടുണ്ടാവോ? ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടാ, ഏജിനേക്കാൾ കൂടുതൽ പക്വതയുണ്ട്. കേട്ടവരൊക്കെ വീട്ടിലെ ഫാമിലിയിലെ മൂത്ത കുട്ടിയായിരിക്കണം. ഓക്കെ, അപ്പൊ സാധാരണ പറയാറുണ്ട്, മൂത്ത കുട്ടികളോട് പറയാറുണ്ട് ഇവർക്ക് ഏജിനേക്കാളും കൂടുതൽ മെച്യൂരിറ്റി ആണ്. പക്ഷെ ഇളയ കുട്ടികളാണെങ്കിൽ ഏജിനേക്കാൾ കുറവായിരിക്കും മെച്യൂരിറ്റി. ശ്രദ്ധിച്ചിട്ടുണ്ട് അത്? നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് പുനരിപ്പിച്ച് അല്ലെങ്കിൽ ഭയങ്കര സ്നേഹത്തോടെ ഭയങ്കര കെയർ ഒക്കെ കൊടുത്ത് ഏജിനേക്കാളും കുറവായിരിക്കും അവരുടെ മെച്യൂരിറ്റി. പക്ഷെ മൂത്ത കുട്ടികൾക്ക് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ആണ്. അവർക്ക് ഏജിനേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി അവർ പ്രകടിപ്പിക്കാറുണ്ട്. ഓക്കെ, ഇഫ് ഡസ് നോട്ട് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ലൈഫ്. ഞാൻ പറഞ്ഞു, ഗ്രോത്ത് ഒരു ഏജ് കഴിയുമ്പോൾ, ഒരു മെച്യൂരിറ്റി കഴിയുമ്പോൾ അത് എന്തായാലും അവിടെ വെച്ചത് സ്റ്റോപ്പ് ആവും. ഗ്രോത്ത് സ്റ്റോപ്പ് ആവും. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ ലേൺ ചെയ്യാനും പഠിക്കാനൊക്കെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മളുടെ ജീവിതാവസാനം വരെ റീഡിങ് ഹാബിറ്റ് തന്നെ മതി. നമ്മുടെ ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് ദ ലൈഫ്. ഇറ്റ് സ്റ്റോപ്പ് വിത്ത് വെൻ മെച്യൂരിറ്റി ഇസ് അറ്റൈൻഡ്. ഡെവലപ്മെന്റ് ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യുന്നില്ല, നമ്മൾ ത്രൂ ഔട്ട് ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നില്ല. മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഡെവലപ്മെന്റ് ഇറ്റ് ഈസ് ആൻ അൺസീസിങ് പ്രോസസ്. എന്നുവെച്ചാൽ സ്റ്റോപ്പ് ആവാത്ത, സീസ് ചെയ്യാത്ത ഒരു പ്രോസസ്സാണ് എന്ത്? ഡെവലപ്മെന്റ്. ഇറ്റ് ഡസ് നോട്ട് എൻഡ് വെൻ ദ മെച്യൂരിറ്റി ഇസ് അറ്റൈൻഡ്. ഇതൊരു കാരണവശാലും നമുക്ക് മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് എന്താകുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 18 വയസ്സാണ് മെച്യൂരിറ്റി, 18-19 വയസ്സ് മെച്യൂരിറ്റി ആണെന്ന് വിചാരിക്കുക. നമ്മളൊരു ഏജ് ഓഫ് മെച്യൂരിറ്റിയിലേക്ക് എത്തുന്ന 18 വയസ്സാണ്. കാരാലോക്ക് 18 വയസ്സിലെ ക്യാരക്ടർ ആണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ക്യാരക്ടർ? ഓക്കെ, ഒത്തിരി ചേഞ്ചസ് ഉണ്ട്. എനിക്കും ഉണ്ട്. 18 വയസ്സിൽ ഞാൻ ഭയങ്കര കുറുമ്പിയായിരുന്നു കേട്ടോ. ആര് പറഞ്ഞാലും ഒന്നും കേൾക്കില്ല. ടീനേജ് ആണല്ലോ. അപ്പൊ ആ സമയത്ത് ഭയങ്കര വാശിക്കാരിയായിരുന്നു. പക്ഷെ ഇപ്പൊ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാമായിട്ടുള്ള നല്ല പക്വതയുള്ള ഒരു എന്താ പറയാ അങ്ങനെ പെരുമാറുന്നത്. കുറിപ്പുണ്ടെങ്കിലും പക്ഷെ അത് കാണിക്കാറൊന്നുമില്ല. അപ്പൊ നമ്മളുടെ എക്സ്പീരിയൻസിലൂടെ, നമ്മുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ നമ്മളുടെ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടില് ഏത് സാഹചര്യത്തിലാണോ വളർന്നു വന്നത് ആ സമയത്ത് നമുക്കൊരു എക്സ്പീരിയൻസ് നിന്നാണ് നമ്മൾ കുറുകിയൊക്കെ ഇരുന്നത്. പക്ഷെ നമ്മൾ സ്വന്തം വീടൊക്കെ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മൾ ആ ഒരു വീടിന്റെ ഒരു നേച്ചറും എൻവയോൺമെന്റ് ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റഡ് ആയി. സോ നമ്മളുടെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ അറിയാതെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എന്റെ വീട്ടിൽ എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചു, ഭയങ്കരമായിട്ട് സംസാരിച്ചു. ചില ഒത്തിരി അത്യാവശ്യം നല്ല സൗണ്ടിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ കല്യാണം കഴിച്ചു വന്ന വീട്ടിൽ ആരും സംസാരിക്കില്ല. എന്നുവെച്ചാൽ ഒരു കാര്യം സംസാരിക്കില്ല. എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര വിഷമാവുമായിരുന്നു, എന്നോട് ആരും സംസാരിക്കാനില്ല എന്നൊക്കെ വിചാരിച്ചിട്ട്. ആദ്യം ഞാൻ കരയൊക്കെ ചെയ്തിട്ടുണ്ടാ. എന്നുവെച്ചാൽ ആരും ഒന്നും സംസാരിക്കില്ല, എല്ലാവരും എല്ലാവരുടെ കാര്യങ്ങളും. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ ഏത് സമയവും ബുക്കിലായിരിക്കുള്ളൂ. ആള് ഭയങ്കര റീഡിംഗ് ആണ്.
അപ്പൊ ആദ്യമൊക്കെ ഒന്നും അങ്ങനെ അധികം സംസാരിക്കാനൊന്നും അറിയില്ല. എനിക്കാണെങ്കിൽ വീട്ടിൽ അനിയത്തിയുള്ളത്, ഞങ്ങൾ ഏത് സമയവും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് പെട്ടെന്ന് ഈ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വന്നപ്പോ എനിക്കത് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കോവിഡിന്റെ ഒക്കെ ടൈമാ. അപ്പൊ നമുക്ക് വീട്ടിലെല്ലാവരും ഉണ്ട്, പക്ഷെ ആരും ഒന്നും സംസാരിക്കാനില്ല. അപ്പൊ അതൊരവസ്ഥയായിരുന്നു. പിന്നീട് എന്റെ അനിയത്തി പറയും, നീ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, നീ ഒന്നും സംസാരിക്കുന്നില്ല. പണ്ട് ഒരുപാട് സംസാരിച്ചിരുന്നതാണ്, ഇപ്പൊ നീ ഒന്നും സംസാരിക്കുന്നില്ല എന്ന് അവള് എന്നോട് അതേ കംപ്ലൈന്റ്, ഞാൻ ആദ്യം പറഞ്ഞ അതേ കംപ്ലൈന്റ് പറയാം. ഞാൻ ആ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് ഇപ്പൊ അഡ്ജസ്റ്റഡ് ആണ്. ഞാനും അധികം ഒന്നും ഇപ്പൊ സംസാരിക്കില്ല, ഉറക്കി സംസാരിക്കില്ല. ഒത്തിരി സൗണ്ടിലായിരുന്നു മുമ്പ് സംസാരിച്ചിരുന്നത്. അത് കുറച്ച് ചില ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഒത്തിരി സൗണ്ടിൽ സംസാരിക്കുന്നല്ലാതെ ഒത്തിരി ഉറക്കിയൊന്നും സംസാരിക്കില്ല. പിന്നെ എല്ലാവരും നല്ലൊരു അവിടെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിൽ വെച്ചാൽ ആരും ഒന്നും സംസാരിക്കില്ല. പിന്നെ മോള് വന്നതിന് ശേഷമാണ് എല്ലാവരും കുറച്ചെങ്കിലും സംസാരിച്ചൊക്കെ തുടങ്ങിയത്, അവളോട് സംസാരിച്ചു തുടങ്ങിയത്. അപ്പൊ ഒരു എന്താ പറയാ, ആ ഒരു ചേഞ്ചസ്, ആ ഒരു എൻവയോൺമെന്റിൽ വന്ന മാറ്റം നമ്മളുടെ ക്യാരക്ടറിൽ വരുന്നുണ്ട്. അപ്പൊ ഓക്കെ, എന്ന് വെച്ചാല് ഗ്രോത്ത് ഒരു അൺസീസിങ് പ്രോസസ് ആണ്. മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ സ്റ്റോപ്പ് ആവില്ല. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും ഡെവലപ്മെന്റ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. നമ്മൾ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ഒക്കെ എടുത്തപ്പോൾ നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരും. എന്ന് വെച്ചാല് ലാസ്റ്റ് നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പാസ് ഔട്ട് ആവുന്ന ടൈമില് നിങ്ങളൊന്ന് നമുക്ക് വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ക്യാരക്ടറിൽ വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കണം. ഈ നമ്മുടെ കുട്ടികളുടെ ഇമോഷണൽ ഹെൽത്തിനെ കുറിച്ചിട്ടും മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും, റെഫർ ചെയ്യും. ആ സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്താണ് അപ്പോ നിങ്ങൾക്ക് മനസ്സിലാകും, നമ്മൾ കുട്ടികളെ വഴക്ക് പറയാൻ പാടില്ല. അതേപോലെ തന്നെ അവർക്ക് അവരുടെ മെന്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആദ്യം നമ്മളൊന്നും അങ്ങനെ ആയിരിക്കില്ല, നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്. നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മൾ ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഡെവലപ്മെന്റ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു നാരോ കൺസെപ്റ്റ് ആണ്. ജസ്റ്റ് ഫിസിക്കൽ ഡെവലപ്മെന്റ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ, ഗ്രോത്തിൽ വരുന്നുള്ളൂ. പക്ഷേ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു വൈഡർ കൺസെപ്റ്റ് ഉണ്ട്, കോംപ്രിഹെൻസീവ് ടേം ആണ്. ഡെവലപ്മെന്റിൽ എന്തെല്ലാം ഡെവലപ്മെന്റ് വരുന്നുണ്ട്? ഫിസിക്കൽ ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റ്, സോഷ്യൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡെവലപ്മെന്റ്, ഒരു വ്യക്തിയുടെ ഫുൾ ഡെവലപ്മെന്റും എന്തിൽ വരുന്നുണ്ട്? ഡെവലപ്മെന്റ് എന്ന് പറയുന്ന വേർഡിൽ വരുന്നുണ്ട്, ആ ഒരു കൺസെപ്റ്റിൽ വരുന്നുണ്ട്. പക്ഷെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ജസ്റ്റ് എന്ത് മാത്രമേ ഉള്ളൂ? ഫിസിക്കൽ ഡെവലപ്മെന്റ് മാത്രമേ ഉള്ളൂ, ശാരീരിക വളർച്ച മാത്രമേ അതിൽ വരുന്നുള്ളൂ. ഗ്രോത്ത് മേ ഓർ മേ നോട്ട് ബ്രിങ് ഡെവലപ്മെന്റ്. ഗ്രോത്ത് വേണമെങ്കിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാം, കൊണ്ടുവരാതിരിക്കാം. നമ്മൾ മെന്റലി റിറ്റൈൻഡ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യം പറഞ്ഞു. എന്താണ്, അവർക്ക് മേ ബി ഗ്രോ ചെയ്തിട്ടുണ്ടാവും, ഫിസിക്കൽ ഗ്രോത്ത് ഉണ്ടാവും, പക്ഷെ മെന്റൽ ഏജ് എങ്ങനെയായിരിക്കും? പുവർ ആയിരിക്കും ഓർ ലോ ആയിരിക്കും എന്ന് പറഞ്ഞു. എന്ന് വെച്ചാല് ഗ്രോത്ത് ഡെവലപ്മെന്റ് കൊണ്ടുവരാം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരാതിരിക്കാം. പക്ഷെ ഡെവലപ്മെന്റ് ഈസ് പോസിബിൾ വിത്തൗട്ട് ഗ്രോത്ത്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഇല്ലെങ്കിലും സംഭവിക്കാം. നമ്മുടെ ഈ പറയുന്ന പ്രായത്തെക്കാൾ കവിഞ്ഞ മെച്യൂരിറ്റിയാണ്. അതെന്തുകൊണ്ടാണ് പറയുന്നത്? അവർക്ക് ആ ഒരു ഏജിലേക്ക് അവൻ എത്തിയിട്ടില്ല, അവന് മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഏജിലേക്ക് അവൻ എത്തിയിട്ടില്ല. പക്ഷെ അവന്റെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി അവന് പ്രായത്തേക്കാൾ കവിഞ്ഞ എന്തുണ്ട്? മെച്യൂരിറ്റി ഉണ്ടെന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില കുട്ടികൾ അങ്ങനെയായിരിക്കും, പ്രായത്തേക്കാൾ കവിഞ്ഞ മെച്യൂരിറ്റി ഉണ്ടാവും. അപ്പൊ നമുക്കത് മനസ്സിലാക്കണം, അവന് ഡെവലപ്മെന്റ് കൂടുതലാണ്, ആ കുട്ടി ഡെവലപ്ഡ് ആണ്, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് അറ്റൈൻ ചെയ്തു. അവന് ഏജിനേക്കാൾ മുമ്പ് അവൻ ആ ഡെവലപ്മെന്റ് എന്ത് ചെയ്തു? അറ്റൈൻ ചെയ്തു. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളിൽ ആരെങ്കിലും അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഓക്കെ, then the changes generated by growth are visible and can be measured. നമുക്ക് ഗ്രോത്തിൽ വരുന്ന ചേഞ്ചസ് മെഷർ ചെയ്യാൻ പറ്റും, കമ്പാരിസൺ ഒക്കെ ചെയ്യാൻ പറ്റും. ഹൈറ്റ് ഇത്ര കൂടി, വെയിറ്റ് ഇത്ര ചേഞ്ച് ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തരും വെയിറ്റ് ചുമ്മാ ഒന്ന് മെഷർ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. വെയിറ്റ് ചിലപ്പോ മാറിയിട്ടുണ്ടാവും കേട്ടോ, കാരണം വെയിറ്റ് നമ്മുടെ ഫുഡിങ് ഹാബിറ്റും ഹെൽത്തും റിലേറ്റഡ് ആയിട്ട് നമുക്ക് വെയിറ്റിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടാകും. പക്ഷേ ഹൈറ്റ് മാറിയിട്ടുണ്ടോ നിങ്ങളുടെ? ഇല്ല, കാരണം നമുക്ക് 18-19 വയസ്സുള്ള സമയത്തുള്ള ഹൈറ്റ് ആയിരിക്കും ഇപ്പോഴും ഉള്ളത് അല്ലെ? അതെ, ഞാൻ 156 ആയിരുന്നു PSC രജിസ്റ്റർ ചെയ്ത സമയത്ത്. അപ്പൊ ഞാൻ മെഷർ ചെയ്താണ് 156 ആണ്. 154 56 എനിക്ക് ഫോഴ്സിലേക്കുള്ള എക്സാം ഒന്നും എഴുതാൻ പറ്റില്ല. അപ്പൊ രജിസ്റ്റർ ചെയ്ത സമയത്ത് എനിക്ക് അത് ഹൈറ്റ്. അപ്പൊ ഫോഴ്സിലേക്കുള്ള എക്സാം രജിസ്റ്റർ ചെയ്യേണ്ടത് വന്നു. വെച്ചാല് പോലീസ്
റിലേറ്റഡ് അങ്ങനത്തെ കോഴ്സ്, അങ്ങനത്തെ പോസ്റ്റ് ഞാൻ പറഞ്ഞു ഒന്നുകൂടി മെഷർ ചെയ്ത് നോക്കിയാലോ എന്റെ ഹൈറ്റിൽ ചേഞ്ച് വന്നിട്ടുണ്ടോന്ന്. അപ്പൊ ഒന്ന് എനിക്ക് ഒരു 20 വയസ്സായിരുന്നു. അപ്പൊ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു ഇല്ല ഹൈറ്റിൽ അങ്ങനെ ചേഞ്ചസ് ഒന്നും വരില്ല. ഞാൻ ചേഞ്ചസ് വന്നിട്ടുണ്ടാവും, ഞാൻ ഭയങ്കര ഹൈറ്റ് വെച്ചിട്ട് നിൽക്കാം. പക്ഷെ അത് തെറ്റിദ്ധാരണയാണ്. ഹൈറ്റ് അല്ല, നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്, ഒരു കാരണവശാലും ഗ്രോത്ത് ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ആവാണ്. അത് പിന്നീട് എന്ത് ചെയ്യുന്നില്ല, അറ്റൈൻ ചെയ്യുന്നില്ല, വളരുന്നില്ല. ഓക്കെ, ഹൈറ്റ് പോലെ തന്നെയാണ് ചില നമ്മുടെ ഷൂ സൈസ് ഒക്കെ ഇല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സാമ്പിൾ ഷൂവിന്റെ സൈസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പറഞ്ഞായിരുന്നു. ഷൂവിന്റെ സൈസ് എങ്ങനെയാണ്, നമുക്ക് എങ്ങനെയാണോ ആ ഒരു ഏജിൽ അത് തന്നെയായിരിക്കും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരുന്നത്. പക്ഷെ ഡെവലപ്മെന്റ് അങ്ങനെയല്ല. പക്ഷെ ഡെവലപ്മെന്റ് മെഷർ ചെയ്യാൻ പറ്റുക, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, പക്ഷെ മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. ഒരാൾക്ക് ഡെവലപ്മെന്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റും, കനോട്ട് ബി മെഷേർഡ്. നമുക്കത് ടേംസിൽ മെഷർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ റാങ്ക് കൊടുക്കാൻ പറ്റില്ല. 10 റാങ്ക്, ഈ കുട്ടി 10% ഡെവലപ്ഡ് ആണ്, അല്ലെങ്കിൽ റാങ്കിലോ നമ്പേഴ്സിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെവലപ്മെന്റ് മെഷർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറലാണ്, ഘടനാപരമായിട്ടാണ്. ഇന്ന ഏജിൽ ഇന്ന ഗ്രോത്ത് വേണം എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ആൺകുട്ടിക്ക് ഇത്ര ഹൈറ്റ് ആവണം ഇന്ന ഏജിൽ, പെൺകുട്ടിക്ക് ഇത്ര ഹൈറ്റ് വേണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സ്ട്രക്ചറൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ ഫങ്ഷണൽ ആണ്, പ്രവർത്തനപരമായിട്ട് നമുക്ക് അക്യൂർ ചെയ്യുന്ന കാര്യമാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ അറിവ്, നമുക്കിപ്പോ അറിവ് എന്നുള്ള കാര്യം കൂടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വായിക്കണം. നമ്മളത് അതിൽ തന്നെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം, പഠിക്കണം. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. ഒരു +2 കഴിഞ്ഞ് ഒരു 2 കുട്ടികൾ കേട്ടോ, അതിലൊരു കുട്ടി +2 നല്ല മാർക്കോടെ പാസ്സായി. പക്ഷെ എന്തോ ഫാമിലി സാഹചര്യങ്ങൾ കൊണ്ട് ആ കുട്ടിക്ക് പിന്നെ പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അടുത്തൊരു കുട്ടി അത്ര മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെയൊക്കെയോ ജസ്റ്റ് പാസ്സായി. അവള് വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടൊക്കെ ആയതുകൊണ്ട് അവള് +2 കഴിഞ്ഞപ്പോൾ പഠനം കണ്ടിന്യൂ ചെയ്തു. അവള് ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, അത് കഴിഞ്ഞ് B.Ed ഒക്കെ എടുത്തു, ടീച്ചറായി. ടീച്ചറായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും പഠനം അവിടെ വെച്ച് സ്റ്റോപ്പാണ്. ടീച്ചർ ആവുമ്പോൾ വേറെ ഏതൊരു ഫീൽഡ് ആണെങ്കിലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ അവിടെ വീണ്ടും വീണ്ടും അല്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ടീച്ചേഴ്സിന്റെ കാര്യം വെച്ചാൽ ഡേ ടു ഡേ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും എന്ത് ചെയ്തോണ്ടിരിക്കണം, അക്യൂർ ചെയ്തോണ്ടിരിക്കണം. അപ്പൊ ആ കുട്ടി ടീച്ചറായി. പഴയ നമ്മൾ ആദ്യം പറഞ്ഞ കുട്ടിയുടെ വെച്ചാൽ അത്ര +2 നല്ല മാർക്കോട് പാസ്സായതാണോ, ഫുൾ A+ ആണെന്ന് വിചാരിക്കും. അപ്പൊ അത്രയും മാർക്ക് വാങ്ങിച്ച് പാസ്സായതാണ്. ഏത് കുട്ടിക്കായിരിക്കും ഡെവലപ്മെന്റ് കൂടുതൽ വരുന്നത്? ടീച്ചറായത് രണ്ടാമത്തെ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. അത് ജസ്റ്റ് ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. പക്ഷെ നമ്മൾ പഠിക്കാനായിട്ട് തയ്യാറാണ്, വായിക്കാൻ നന്നായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്കും എന്ത് സംഭവിക്കും, ഡെവലപ്മെന്റ് സംഭവിക്കും. കാരണം നമ്മളുടെ ലൈഫിൽ എക്സ്പീരിയൻസ്ഡ്, നമ്മള് എന്താ പറയാ, നമ്മള് കേരളത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ആ ഒരു ചുറ്റുപാട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി ഒരുപാട് യാത്ര ചെയ്യുന്ന, ഒരുപാട് കാര്യങ്ങൾ ട്രാവൽ ചെയ്യുന്ന, ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യക്തികളും തമ്മിലുള്ള ഡെവലപ്മെന്റ് വ്യത്യാസം ഉണ്ടാവും. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വെച്ചാല് പുറത്തുള്ള ലോകം കണ്ട ആൾക്കാരാണ്, അവർക്ക് അറിയാം എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത്. അപ്പൊ അവരുടെ ഡെവലപ്മെന്റ് കൂടുതൽ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ സാധാരണ നമ്മുടെ ചുറ്റുപാടിൽ നമ്മളുടെ നാട്ടിൽ തന്നെ ഒതുങ്ങുന്നവര് എന്താ പറയാ, അത്ര ഡെവലപ്ഡ് ആവണമെന്നില്ല. അതാണ് ഡിഫറൻസ്, ഡെവലപ്മെന്റിന്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ? അപ്പൊ ഡെവലപ്മെന്റ് ഫങ്ഷണൽ ആണ്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അനുസരിച്ച് ഡെവലപ്മെന്റ് കൈവരിക്കും. നമ്മൾ പഠിക്കാൻ നല്ല താല്പര്യമുള്ളവരാണ്, ഓരോ കാര്യങ്ങൾ അക്യൂർ ചെയ്യാൻ പുതിയ എക്സ്പീരിയൻസ് ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കും ഡെവലപ്മെന്റ് എന്ത് ചെയ്യും, ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളും ടീച്ചേഴ്സ് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും മോണ്ടിസോറി പഠിച്ച ടീച്ചേഴ്സ് ആയി കഴിയുമ്പോൾ അത്രേ ഉള്ളൂ, അതാണെന്ന് വിചാരിക്കും, അതാണ് ഡെസ്റ്റിനേഷൻ എന്ന് വിചാരിക്കും. അല്ല, അത് കഴിഞ്ഞാലും നമ്മൾ വീണ്ടും വീണ്ടും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മളുടെ ഡെവലപ്മെന്റ് സംഭവിക്കും. എന്നുവെച്ചാൽ നമ്മൾ ചിലപ്പോൾ ആ എക്സ്പീരിയൻസ് നമ്മൾ ആ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളിപ്പോ ക്ലാസ് കേൾക്കുന്നു, കാര്യങ്ങൾ പഠിക്കുന്നു, പക്ഷെ കുട്ടികളോട് നിങ്ങളാവുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ കൂടുതൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ പഠിക്കാൻ പറ്റാത്തത്, അതിനുവേണ്ടി പുതിയ മെത്തേഡ്സ് നമ്മൾ എന്ത് ചെയ്യും, ഇംപ്ലിമെന്റ് ഒക്കെ ചെയ്യും. ഓക്കെ, ഇതാണ് ഡെവലപ്മെന്റ്. അപ്പൊ നമുക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പൊ അതില്
ഹ്യൂമൻ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് പ്രോസസ് ആണ്. ഓക്കെ, ഹ്യൂമൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈഫ് ലോങ് പ്രോസസ് ആണ്. മാർക്ക് ചെയ്യണം. വിച്ച് ഈസ് കണക്റ്റഡ് വിത്ത് ഫിസിക്കൽ, ഓക്കെ, ഫിസിക്കൽ, ബിഹേവിയറൽ, കോഗ്നിറ്റീവ്, ഇമോഷണൽ ഗ്രോത്ത് ആൻഡ് ചേഞ്ചസ്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് പ്രോസസ് ആണ്. ഡെവലപ്മെന്റ് എന്തെല്ലാമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്? ഫിസിക്കൽ, ബിഹേവിയറൽ, കോഗ്നിറ്റീവ്, ഇമോഷണൽ ഗ്രോത്ത് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഒരു കാര്യം എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരാൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അടുത്തൊരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എഡ്യൂക്കേറ്റഡ് ആവണമെന്നില്ല. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ വിജ്ഞാനപരമായിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് കേട്ടോ. അത്ര എഡ്യൂക്കേറ്റഡ് ആവണമെന്നില്ല. ഇവർ രണ്ടുപേരുടെയും പെരുമാറ്റം നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേഷ്യൻസും അതേപോലെ തന്നെ ആൾക്ക് എന്താ പറയാ ആരോടും പെട്ടെന്ന് തല്ല് പിടിക്കാൻ അങ്ങനത്തെ തർക്കിക്കാൻ അല്ലെങ്കിൽ ഡിബേറ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരിലേക്ക്. പക്ഷെ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് അവർ പറഞ്ഞ പോയിന്റിൽ തന്നെ ഉറച്ചു നിൽക്കും. അല്ലെങ്കിൽ കറക്റ്റ് ആണോ തെറ്റാണോ എന്ന് അവരെന്ത് ചെയ്യില്ല, ചെക്ക് ചെയ്യില്ല. അവരെന്താണോ പറഞ്ഞത് ശരിയാണെന്നുള്ളൊരു വ്യൂവിലായിരിക്കും. അപ്പൊ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് എന്തെല്ലാം കാര്യത്തിന് അഫക്ട് ചെയ്യുന്നുണ്ട്? ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അഫക്ട് ചെയ്യുന്നുണ്ട്, ബിഹേവിയറൽ ചേഞ്ചസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, കോഗ്നിറ്റീവ് ആൻഡ് ഇമോഷണൽ ഗ്രോത്ത് ആൻഡ് ചേഞ്ചസിനെയും എന്ത് അഫക്ട് ചെയ്യുന്നുണ്ട്? ഹ്യൂമൻ ഡെവലപ്മെന്റ് അഫക്ട് ചെയ്യുന്നുണ്ട്. In early stages of life, from babyhood to childhood, childhood to adolescent, adolescent to adulthood, numerous changes take place. Number of changes ആണ് ഈ ഒരു പീരീഡിൽ നമുക്ക് സംഭവിക്കുന്നത്. എന്തെല്ലാമാണ്, എന്തെല്ലാം ചേഞ്ചസ് ആണെന്നൊക്കെ നമുക്ക് ഈ ചാപ്റ്ററുകളിലായിട്ട് നോക്കാം. All through the process, each person develop an attitude and value that guide the choice, relationship and understanding. അപ്പൊ ഈ ഒരു പ്രോസസ്സിലൂടെ ഓരോ വ്യക്തിയും അവരുടെ ആറ്റിറ്റ്യൂഡ്, വാല്യൂസും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അത് എന്തിന്റെ ബേസിലാണ്? അവരുടെ ചോയ്സ്, അവരുടെ സെലക്ഷന്റെ ബേസിൽ, അവരുടെ റിലേഷൻഷിപ്പിന്റെ ബേസിൽ, അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ബേസിലാണ് അവർക്ക് ഓരോ ആറ്റിറ്റ്യൂഡ്സും വാല്യൂസും എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, ജസ്റ്റ് ക്ലാസ്സിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഒന്ന് നിങ്ങൾ റീഡ് ചെയ്ത് നോക്കണം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് തന്നിട്ടുള്ളത്? എന്തെല്ലാം ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ ലാസ്റ്റ് ക്ലാസ്? നമ്പർ ചാർട്ട് എല്ലാരും പ്രസന്റ് ചെയ്തോ? ചെയ്തു. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് പറയണം. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സും സാൻഡ് പേപ്പർ ന്യൂമറിക്കൽസും കഴിഞ്ഞു. ആൽഫബറ്റ് ചാർട്ടും നമ്പർ ചാർട്ടും കഴിഞ്ഞു അല്ലെ? നമ്പർ ചാർട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞുള്ളല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, പ്രസന്റ് ചെയ്തില്ല. ഇല്ല. ഇന്ന് പ്രിപ്പയർഡ് ആണോ? അല്ല മാം, എനിക്ക് ഞാൻ പ്രിപ്പയർഡ് അല്ല. ഞാൻ ബാക്കിയുള്ളവരെ എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് ഒരാഴ്ച ലീവ് വരും. മോൻ ദുബായിക്ക് പോണ തിരക്കായിരുന്നു. പിന്നെ എനിക്ക് വരാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഞാൻ റെക്കോർഡ് ക്ലാസ് കൂടിക്കൊണ്ടിരിക്കുകയാണേ. ബാക്കിയുള്ളവരെ എനിക്കറിയില്ല. ഓക്കെ, ബാക്കിയുള്ളവരോ? അല്ല മാം, ഇന്ന് പ്രസന്റ് ജിഷ മാം ആണ് സാൻഡ് പേപ്പർ ചാർട്ടിനെ കുറിച്ച് പറഞ്ഞ മാം. അപ്പൊ ഒരാൾ പറഞ്ഞത് ചെയ്ത പോരെ? മാമിനും വേറെ വേറെ ചെയ്യണോ? മാം പറഞ്ഞു ഇന്ന് മാമിന്റെ ആക്ടിവിറ്റി തരാമെന്നാ പറഞ്ഞത്. എന്റെ ആക്ടിവിറ്റി തരാമെന്നാ പറഞ്ഞത് അല്ലേ? പക്ഷെ തന്നിട്ടില്ലായിരുന്നു. ഓക്കെ, ഞാൻ തരാം. നമ്പർ ചാർട്ട് തന്നെയാണോ ആക്ടിവിറ്റി ആയിട്ട് പറഞ്ഞത്? അത് അശ്വതി മാം പറഞ്ഞായിരുന്നു. ജിഷ മാം നമ്പർ ചാർട്ടിന്റെ ആൽഫബറ്റ് വരയ്ക്കാനുള്ളത്, ഒട്ടിക്കാനുള്ളത് ജിഷ മാം പറഞ്ഞു. സാൻഡ് പേപ്പറിന്റെയും നമ്പർ ഇതും ജിഷ മാം ആണ് പറഞ്ഞത്. മാം നമ്പർ ചാർട്ട് വെച്ച എന്താന്നൊന്ന് പറയാം മാം? എനിക്ക് പറഞ്ഞ പോലെ ഓർമ്മയില്ല. നമ്പർ ചാർട്ട് ഓർക്കുന്നില്ല. ഇത് പറഞ്ഞിട്ടില്ല മാം. പറഞ്ഞിട്ടില്ല കേട്ടോ, പറഞ്ഞിട്ടില്ല. ഈ സാൻഡ് പേപ്പറിന്റെ കാര്യമാണ് എല്ലാവരും പറഞ്ഞത്. സാൻഡ് പേപ്പറിൽ നമ്പേഴ്സ് ഉണ്ടാക്കുന്ന കാര്യമാണ് പറഞ്ഞത്. കൺഫ്യൂസ്ഡ് ആയി പോയി മാം. അശ്വതി മാം നമ്പർ വീലാണ് പറഞ്ഞത്. അശ്വതി മാം പറഞ്ഞത് നമ്പർ വീലാണ്.
നമ്പർ വീല് മറ്റേ ഈ ഓക്കെ ഓക്കെ നോക്കി, ഇത് നമ്പർ ചാർട്ട് ആണ്. നിങ്ങൾ കാണുന്നത് എന്താണ്? നമ്പർ ചാർട്ട് ആണ്. ഓക്കെ, 1 ONV 1 ആപ്പിൾ, then 2 PWO 2 orange, 3 PHRE 3 pears ആണ് തോന്നുന്നുണ്ട്, 4 അങ്ങനെ ഫ്രൂട്ട്സിനെ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്പർ ചാർട്ട് ഇത് ചാർട്ട് പേപ്പറിൽ ചെയ്യേണ്ടതാണോ? ചാർട്ട് പേപ്പറിൽ ആക്ടിവിറ്റി ആണോ? ആക്ടിവിറ്റി ആണ്, ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. 10 വരെ ചെയ്താൽ മതിയോ മാം? 10 വരെ മതി. പിക്ചർ വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? പേസ്റ്റ് ചെയ്താൽ പോരെ? വരയ്ക്കാൻ വരയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ വരയ്ക്കുക. അത് വരയ്ക്കാനായിട്ട് കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. വലിയ ചാർട്ട് ചെയ്യണം മാം? ഒത്തിരി വലിയ ചാർട്ട് വേണ്ട. A4 ടൈപ്പ് ചാർട്ടോ അല്ലെങ്കിൽ A4നേക്കാളും കുറച്ചും കൂടി വലിയ ചാർട്ടോ അത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? എന്തായാലും ചെയ്താൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്തായാലും മതി. നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റണം കുട്ടികൾക്ക്. 1 എന്ന് പറയുമ്പോൾ 1, 2 എന്ന് പറയുമ്പോൾ 2 കൗണ്ട് ചെയ്യാൻ പറ്റണം. 1 2 3 എന്ന് പറയുമ്പോൾ 1 2 3 അങ്ങനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്പർ ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ആക്ടിവിറ്റി അല്ലേ? ഇത് ആക്ടിവിറ്റി ആണ്, ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് വീക്കിലേക്ക് പ്രസന്റ് ചെയ്യാലോ? ഓക്കെ മാം. A4 ചാർട്ട് തന്നെ വേണം, A4 ഷീറ്റിലായാലും കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല, ക്ലാസ്സിൽ കൊണ്ടുപോയി കുട്ടികൾ അത് ചെയ്യിച്ച് നോക്കാനുള്ളതാണ്. പോകുമ്പോ കൊണ്ടുപോകാൻ പറ്റും, ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെയ്തോ. ഓക്കെ ഓക്കെ കേട്ടോ. അപ്പൊ നമ്പർ ചാർട്ട് ആണ് കേട്ടോ എനിക്ക് 10. ഓക്കെ, അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ആക്ടിവിറ്റി നെക്സ്റ്റ് വീക്ക് എന്നാണ് ആ ഡേറ്റ് എന്നും കൂടി പറഞ്ഞേക്കാം. നെക്സ്റ്റ് വീക്കിന് ചെയ്ത് എല്ലാവരും പ്രസന്റ് ചെയ്യണം കേട്ടോ. നോക്കട്ടെ, നെക്സ്റ്റ് വീക്ക് എന്ന് പറയുമ്പോ 10th പ്രസന്റ് ചെയ്യണം. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ മാം. 10th പ്രസന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോ ഇന്നത്തെ ക്ലാസ് ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്? ഞാനാണ് മാം. പറഞ്ഞു. Good morning, everyone. I am Soumya Tony, and it's my privilege to deliver the sign out for today class about topic mentor retarded children. I just wanted to say thank you for your hard work in teaching our online class. I really appreciate your patience and dedication. I know online teaching can be challenging, but you have done a great job making our class engaging and accessible. Thank you, ma'am. Thank you all. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you.